കുഞ്ചരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരദാരി ജയ ഗിരിവരദാരി യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനാ തീരാവനചാരി യമുനാ തീരാവനചാരി ജയ രാധ മാധവ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യായതോ അന്യാതുരച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അംശാ ധാംനാ സേന സദാ നിരസ്തഭോഗം സത്യം പരം ധീമഹി ധർമ്മ പ്രോജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണ സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരിരീശ്വരഃ സദ്യോ ഹൃദ്യ അവരുദ്ധതേ അത്ര കൃതിഭിः ശുശ്രൂഷുഭിः ദക്ഷണാത് നിഗമകൽപതരോ ഗരുദം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക്ക ഭുവി പാവുകാഃ സൂത ഉവാച യം പ്രവർജന്തമനുപേതമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേധി തന്മയതയതരവു അഭിനേതു സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്സാനുഭാവം അഖിലശ്രുതിസാരമേഘം ആധ്യാത്മദീപം അതിതിഷ്ഠതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. മുഖം കരോതി ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാരെയും ഒരിക്കൽ കൂടി ദണ്ഡവത് പ്രണാമം. കാണാനും കേൾക്കാനും സാധിച്ചതിൽ വളരെ ഭാഗ്യം. ഹരേ കൃഷ്ണ. വളരെ നല്ല ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു കഴിഞ്ഞ ആഴ്ച. ഹരേ കൃഷ്ണ. വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഏതൊരു ദിവസമായിരുന്നു അത്? ഗീതാ ജയന്തി. അതാണ് ശ്രേഷ്ഠം. രണ്ടാമത് പറഞ്ഞതാണ് അത്. രണ്ടാമത് ഗുരുവായൂർ ഏകാദശി. അത് പക്ഷെ പ്രധാനം എന്ന് പറയുന്നത് ഗീതാ ജയന്തി. ആ ഗീതാ ജയന്തി ഉണ്ടായത് കൊണ്ടല്ലേ ഗുരുവായൂർ ഏകാദശി വന്നത്? ആണോ അല്ലേ? നമ്മൾ നേരത്തെ ചോദിച്ചു ഏതാണ് ശ്രേഷ്ഠമായ ഉത്സവം? ഏതായിരുന്നു ശ്രേഷ്ഠമായ ഉത്സവം? ഉത്സവം നേരത്തെ നമ്മൾ എന്തോ? അവിടെയും ശ്രേഷ്ഠമായ ഉത്സവം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏതായിരുന്നു? വ്രജഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഉത്സവം ഗോവർദ്ധന ലീല. ഗോകുലോത്സവമേ ഈശാന. ഇതെല്ലാം തത്വശാസ്ത്രം പ്രമാണം ദേ.
എന്താ പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രമാണ് പ്രമാണം. നമ്മൾ പണ്ട് ഈ ഇപ്പം സാർവഭൗമ ഭട്ടാചാര്യർക്ക് പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം താർക്കിക വിഷയങ്ങളാണ്. പക്ഷേ അതിനും ഒരു പ്രമാണം ഉണ്ടായിരുന്നു. അതാണ് ശാസ്ത്രം. ഇപ്പൊ പണ്ടുള്ളവര് അങ്ങനെ തർക്കശാസ്ത്രത്തിൽ ഏർപ്പെടുമ്പോൾ ആ പങ്കെടുക്കുന്നവര് പ്രമാണം വെച്ച്, അതായത് ശാസ്ത്രം വെച്ച് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അപ്പോഴേ ഔട്ടാണ്, സർക്കിളിൽ നിന്ന് ഔട്ടാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീടാണ് ജയവും പരാജയവും എല്ലാം. പക്ഷേ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് പ്രമാണത്തിൽ ആയിരിക്കണം, അതായത് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം എന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ ഭാഗവതവും ഭഗവത്ഗീതയും കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ പൗരാണികമായ കാര്യങ്ങൾ നമ്മൾക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത് എവിടെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിക്കാം. ആ അടിസ്ഥാനം ഭഗവത്ഗീതയിലോ ഭാഗവതത്തിലോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തള്ളിക്കളയാം. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഹരേ കൃഷ്ണ. അപ്പം ഭഗവത്ഗീത വായിച്ചതിന്റെ ഗുണങ്ങളെല്ലാം, വായിക്കുന്നതിന്റെ ഗുണങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഓരോ പ്രാവശ്യവും വായിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുക എന്നർത്ഥം. ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് റിപ്പീറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു, അതെ. ഹരേ കൃഷ്ണ. അപ്പം അതിനകത്ത് ഞാൻ ആ വിഷയത്തിലോട്ടല്ല വരാൻ പോകും. പിന്നെ എത്ര ശ്ലോകങ്ങൾ ധൃതരാഷ്ട്രത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്? 1. ഒരു ശ്ലോകം. അപ്പൊ ഭഗവത്ഗീതയിൽ ആ ശ്ലോകത്തിനെ ഗർഭശ്ലോകം എന്ന് പറയാം. ബീജം. ആ ബീജത്തിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാ കുട്ടികളും ഉണ്ടായിരിക്കുന്നത്. ആണോ? അല്ലേ? അല്ലേ? ധൃതരാഷ്ട്ര ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിച്ചത്. അവിടെ നിന്നാണ് ഭഗവാന്റെ ധർമ്മം ഉപദേശവും ആരംഭിക്കുന്നത്. അപ്പൊ സഞ്ജയ് എത്ര ശ്ലോകങ്ങൾ പറയുന്നുണ്ട് അവിടെ? സഞ്ജയൻ 41 ശ്ലോകം. അർജുനനോ? 54. കൃഷ്ണൻ? 47. കൃഷ്ണൻ 547. 547. 74. 74. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയിൽ പ്രധാനമായും അർജുനൻ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 16 ചോദ്യം പ്രധാനപ്പെട്ട. ഹരേ കൃഷ്ണ. ഇന്ന് മറ്റൊരു ശ്രേഷ്ഠമായ ദിവസം. ഇപ്പൊ നമുക്ക് നമ്മുടെ നോക്കണം, ഒരു കാലഘട്ടം എത്ര സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമുക്ക് കടന്നുപോയത്. നമ്മുടെ ഭൂതകാലം എത്ര സുന്ദരമായിരുന്നു എന്നുള്ളത്. വൈദേശികരുടെ ആക്രമണത്താൽ ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ബംഗ്ലാദേശി ഡിവോട്ടീസിന് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത്തരം ആക്രമണങ്ങൾ എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഭാരതത്തിനുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അതൊന്നെല്ലാം അതിജീവിച്ച് വന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. ഒരിക്കലും നശിച്ചില്ല. അതാണ് ഭാഗവത ധർമ്മം, സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സനാതനം. എത്ര നമ്മൾ ആക്രമിച്ചാലും ഒരിക്കലും നശിക്കാത്ത ഒന്ന്. ആ നശിക്കാത്ത ഒന്ന് ആരാ? ഏതാ? എന്തോ? വിദ്യ. ശരിയാണ്, സത്യം. പക്ഷേ ഭഗവത്ഗീതയില് പഠിച്ചൊരു ഗുണമുണ്ട്. അഗ്നിയിലോ അഗ്നി കൊണ്ടോ ആത്മാവ്. അതാണ് ധർമ്മം. ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണെന്നുള്ള ആ ധർമ്മം. ആ ആത്മാവ് ആരാണ്? ആരെ കുറിച്ചാണ്?
പരമാത്മാവിനെ കുറിച്ചാണ്. ആ പരമാത്മാവ് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അവിടെയാണ് ധർമ്മം എന്തുകൊണ്ട് ക്ഷയിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. ഒരു കാലഘട്ടത്തിൽ, പൂന്താനത്തിന്റെ ഒരു കാലഘട്ടം ഭക്തി പ്രസ്ഥാനം തന്നെയായിരുന്നു. സൂർദാസ്, കബീർദാസ്, ഇതെല്ലാം ഭാരതത്തിൽ ഒരു ഭക്തി പ്രസ്ഥാനം തന്നെയായിരുന്നു. മഹാപ്രഭു, ഷഡ്ഗോസ്വാമിമാർ, അതുപോലെ പൂന്താനത്തിനെ പോലെ തന്നെ മറ്റൊരു ഭക്തയായിരുന്നു തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. ആരാണ്? മീരാബായി. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മീരാബായി. ഒന്നുകൂടെ വന്നാട്ടെ. ഇന്ന് തുടങ്ങുകയാണ് അവിടെ ആ ഒരു വിശേഷം. ആണ്ടാൾ നാച്ചിയാർ. ഹരേ കൃഷ്ണ. ആണ്ടാൾ നാച്ചിയാർ. എനിക്കിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം കടക്കണം. ആണ്ടാൾ നാച്ചിയാർ. അപ്പോൾ 12 ആൾവാറിലെ ഒരേ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു ആര്? അറിയാമോ? ഇതിനെപ്പറ്റി അറിയാമോ? ഒരിക്കൽ കേട്ടിട്ടുണ്ട് പ്രഭു, എന്നാലും ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. ഹരേ കൃഷ്ണ. പ്രഭു ശ്രീരംഗ ക്ഷേത്രത്തിലെ പൂ വിൽപ്പനക്കാരിയല്ലേ? അതെ 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 അത് തന്നെ. ഹരേ കൃഷ്ണ. 12 ആൾവാറിലെ ഒരേ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു ആണ്ടാൾ നാച്ചിയാർ എന്ന് പറയുന്നത്. ഭൂമിദേവിയുടെ ഇൻകാർണേഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? എന്താ ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം എന്താ? ഭഗവാന് മാല കെട്ടി കൊടുക്കുന്നതാണ്. അതെ, അതിനു മുമ്പായിട്ട് വൃന്ദാവനത്തിലൊരു പാട്ടുണ്ടല്ലോ. രാവിലെ ഉണർത്തുന്നതിന് ഉഡോ ശ്രീ നിദ്ര, ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, രാവിലെ എല്ലാവരും എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അകത്ത് ധാരണ. അതുകൊണ്ട് വൃന്ദാവനത്തിന്റെ ഒരു പാട്ടുണ്ട്, ഉഡോ ശ്രീ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, ഓർമ്മിച്ച് പറയുക. ഈ കീർത്തനങ്ങളെല്ലാം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർമ്മിച്ച് പറയുക. ആ കറക്റ്റ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആ പറഞ്ഞോളൂ പ്രഭു, 2 വരി. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ പ്രഭു, 2 വരി. ക്ലിയർ അല്ല. ഹരേ കൃഷ്ണ. ഇവിടെ അതിനെ ആണ്ടാളുടെ ആ 30 കൃതിയാണ് പാസുരം എന്ന് പറയുന്നത്. പാസുരം തുടങ്ങുന്നത് മാർഗഴി തിങ്കൾ മതി നിരൈന്ത നന്നല നീരതപ്പുവേറ് ഭൂമിനോ നീരില്ലയേർ. അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? അങ്ങനെ അറിയാമോ ഈ പാസുരത്തെ പറ്റി? പറയണ്ടേ? ഹരേ കൃഷ്ണ. കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികള്, കൊല്ലം നിവാസികളൊക്കെ കേൾക്കാതിരിക്കാൻ വഴിയില്ല. അപ്പൊ അവിടെ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ആദ്യമേ തന്നെ ആദ്യത്തെ ശ്ലോകത്തില് സൂചിപ്പിക്കുക എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒന്ന് നോക്കട്ടെ. ആഴ്വാർമഠം ഉണ്ടോ പ്രഭു അവിടെ? എന്തോ? ആഴ്വാർമഠം. നമസ്കാരം. திருப்பாவையில்
முதல் பாடலை കേൾക്കാൻ പറ്റും? கற்றுக்கொண்டேயிருக்கும் കേൾക്കാം പ്രഭു. கழித்தீர்கள் வந்திருந்தன ക്ലിയർ ആവുന്നില്ല പ്രഭുക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് അങ്ങനെ ആദ്യത്തെ ശ്ലോകം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ആണ്ടാള് രാവിലെ എഴുന്നേറ്റിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞു വന്നത്. അപ്പം അവിടെ പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് വിളിക്കുന്നത്. ഹേ പെൺകുട്ടികളെ, നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ പെൺകുട്ടികളെ, സദ്ഗുണങ്ങളും സമ്പത്തും നിറഞ്ഞ ഭഗവാന്റെ വാസസ്ഥലമായ ഗോകുലത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് പോകാം എന്ന് പറയുകയാണ്. രാവിലെ കിടന്ന് ഉറങ്ങാനുള്ളതല്ല. ആദ്യത്തെ ശ്ലോകത്തിലൂടെ പോവുകയാണ്. രാവിലെ കിടന്നുറങ്ങാനുള്ളതല്ല. ബ്രഹ്മയാമം എത്ര മണി മുതൽ എത്ര മണി വരെയാ? സൂര്യദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ്. അത് മുഹൂർത്തം എന്ന് പറയും. ബ്രഹ്മയാമം അതന്നെ പ്രഭു 3 തൊട്ട് 5 3 തൊട്ട് 5 മണി വരെ ആ. ബ്രഹ്മയാമം. അതിൽ തന്നെ ബ്രഹ്മമുഹൂർത്തി പറഞ്ഞ ബ്രഹ്മമുഹൂർത്തവും സരസ്വതി മുഹൂർത്തവും ആ യാമത്തിൽ വരും. ഈ സമയത്തിന് നമ്മൾ എഴുന്നേറ്റിരിക്കണം. എത്ര കാര്യങ്ങളുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നാമം ജപിച്ചിരിക്കണം. നാമം ജപിച്ചതിന് ശേഷം അടുക്കളയിൽ അടുക്കളയിൽ പോകാം, പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, ജോലിക്ക് പോകാനുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കണം. അങ്ങനെ എഴുന്നേൽക്കുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? ഭഗവാന്റെ അച്ഛൻ നന്ദഗോപർ, ആ നന്ദഗോപർ എപ്പോഴും കയ്യിലൊരു ആയുധം വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ. ഭഗവാൻ എന്താണ്? ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു? ഓ, എന്തൊരു സുന്ദരമാണ് യശോദാമ്മയുടെ മകനെ കാണാൻ. ഇത്ര സുന്ദരനാണ്. ഇരുണ്ട മേഘങ്ങൾ പോലെയുള്ള നിറവും സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള ആ പ്രസന്നതയും മുഖവും ഒക്കെ കണ്ടിട്ട് നമുക്ക് ആ നാരായണൻ എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. നാരായണനെ കാണാൻ എന്ത് രസമാണ് എന്ന്. അപ്പൊ ഈ നാരായണനെ പറ്റി, ഈ നാരായണൻ ആരാണ്? ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. ഏതാ പറയാൻ പറ്റും? ഏത് ശ്ലോകമാണ്? ഈ നാരായണനെ പറ്റി വളരെ വിശദമായിട്ട് ശ്രീരാ പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. കുളു വേണോ? കുളു വേണോ? ആ, കുളു വേണോ? ചതുശ്ലോകി ഭഗവത്ഗീത. മച്ചിത്താമദ്യത പ്രാണാബോധയന്താ പരസ്പരം കരയന്ത തേഷാം സദയുക്താനാം തേഷാമേവാനുകമ്പാത്തം മഹമജ്ഞാനസമ്പദമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ശാശ്വത. അതൊക്കെ മുകളിൽ പോയിക്കാട്ടെ.
പ്രഭു അഹം തേഷാം സർവസ്യ പ്രഭു. സതതയുക്താനം ഭജതാം അതുക്ക് മുകളിൽ തേഷാം പോയിട്ട് സതതയുക്ത സർവസ്യ പ്രഭോ മത്താ അഹം സർവം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ. ഇതി മത്വാ അതാദ്യം ഭജന്തേ മുദാ പറയണം. ഭാവസമന്വിത. അതാദ്യം പ്രഭു പറഞ്ഞോ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പ്രഭുവിന്റെ ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും ഒന്ന് വായിച്ചാട്ട് സുന്ദരമായിട്ട്. ഹരേ കൃഷ്ണ. എന്തോ ഹരേ കൃഷ്ണ. വായിച്ചാട്ട്. വിവർത്തനം. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പരിപൂർണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളിൽ ആരാധിക്കുകയും ചെയ്യും. ഭാവാർത്ഥം. വേദങ്ങൾ പഠിക്കുകയും ഭാവാർത്ഥം ഇത് രണ്ടും വിവർത്തനം പറയുമ്പോഴും ഭാവാർത്ഥം വരും. വിവർത്തനം ആവർത്തനത്തോടെ ശീലാ പ്രഭുപാദ കീ ജയ്. ശ്രീല പ്രഭാത് ഭാവാർത്ഥവും ശീല പ്രഭുപാദ കീ ജയ്. വേദങ്ങൾ പഠിക്കുകയും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള പ്രാമാണികന്മാരിൽ നിന്ന് അറിവ് നേടുകയും ആ ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലുള്ള എല്ലാത്തിന്റെയും തുടക്കം കൃഷ്ണനാണെന്ന് ബോധ്യപ്പെടും. ഇത് പൂർണ്ണമായി അറിയാവുന്നത് കൊണ്ട് അയാൾ ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നു. മൂഢന്മാർക്കോ അബദ്ധ ജടിലങ്ങളായ വ്യാഖ്യാനങ്ങൾക്കോ ആ ഭക്തനെ വഴിപിഴപ്പിക്കാനാവില്ല. കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മാവും ശിവനും മറ്റു ദേവന്മാരും ഉത്ഭവിച്ചതെന്ന് എല്ലാ വൈദിക സാഹിത്യങ്ങളും തീർത്തു പറയുന്നു. അഥർവവേദത്തിൽ ഉൾപ്പെട്ട ഗോപാലദോപനിഷത്ത് അതായത് 1:24 ഇങ്ങനെ പറയുന്നുണ്ട്: യോ ബ്രാഹ്മണ വിദാധാതിപൂർവം യോ വൈ വേദാച്ഛം ഗാവയതി സ്മ കൃഷ്ണ. ആദ്യമായി ബ്രഹ്മാവിൽ വേദജ്ഞാനം ഉപദേശിച്ചതും അതിനെ പിൽക്കാലത്ത് പ്രചരിപ്പിച്ചതും കൃഷ്ണൻ തന്നെ. അത പുരുഷോ ഹവൈ നാരായണോ അകാമയത പ്രജാ സൃജയതി. പിന്നെ പരമപുരുഷനായ നാരായണൻ ദിവസത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു എന്ന നാരായണ ഉപനിഷത്ത് അതേ ഉപനിഷത്ത് തന്നെ തുടർന്നു. നാരായണാത് ബ്രഹ്മജായതേ, നാരായണാത് പ്രജാപതി പ്രജായതേ, നാരായണാദിദ്രോ ജായതേ, നാരായണാദേഷ്ട വസതോ ജയതേ, നാരായണാദശാജായതേ, നാരായണാദ്വാദശി. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ്. ബ്രഹ്മണ ദേവകീപുത്ര എന്ന് അതേ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. ദേവകീപുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ. നാരായണ ഉപനിഷത്ത് 4 മഹോപനിഷത്ത് 1 പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ഏക നാരായണ സീന ബ്രഹ്മാന ഈശ്വരനോ നവോ മൗനേമേ ദ്യാവാ പൃഥിവി ന നക്ഷത്രാണി ന സൂര്യ എന്നാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമപുരുഷനായ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവില്ല, ശിവനില്ല, അഗ്നിയോ ചന്ദ്രനോ ആകാശമോ ഭൂമിയോ നക്ഷത്രമോ സൂര്യനോ അന്നില്ല. ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് ശിവന്റെ ഉൽപ്പത്തി എന്ന് അതിൽ തന്നെ ബ്രഹ്മശിവാദികളുടെ സൃഷ്ടാവായ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് വേദ സിദ്ധാന്തം. മോക്ഷധർമ്മത്തിൽ കൃഷ്ണൻ പറയുന്നു: പ്രജാപതി ച രുദ്രം ചാപ്യഹമേവ പ്രജാമി വൈ സൗഹിത ഞാ വിജാനീതോ മമ മായാ വിമോഹിതവും. പ്രജാപതി രുദ്രനെയും മറ്റെല്ലാവരെയും ഞാനാണ് സൃഷ്ടിച്ചത്. എന്റെ മായാശക്തിയിൽ മോഹിതരാകയാൽ ഞാനാണ് അവരുടെ സൃഷ്ടാവെന്ന് അവർക്കറിയില്ല. വരാഹപുരാണത്തിൽ പ്രകാരം പറയുന്നുണ്ട്: നാരായണ പരോ ദേവസ്ഥ സമാജ ചുർമുഖ തസ്മാദുരിതോ അഫത് ദേവ സജ
സർവജ്ഞതാം ഗത. നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും ജനിച്ചു. കൃഷ്ണ ഭഗവാനാണ് എല്ലാ തലമുറകളുടെയും ഉത്ഭവസ്ഥാനം. അദ്ദേഹം എല്ലാത്തിനും കാരണഭൂതൻ എന്നറിയപ്പെടുന്നു. കൃഷ്ണൻ പറയുന്നു, എല്ലാം എന്നിൽ നിന്ന് ജനിക്കുകയാൽ ഞാൻ എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനമാണ്. എല്ലാം എനിക്ക് അധീനമാണ്. എനിക്കുപരിയായി ആരുമില്ല. കൃഷ്ണൻ ഒഴിച്ച് മറ്റാരും പരമനിയന്താവല്ല. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ കൃഷ്ണനെ അപ്രകാരം മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾ തന്റെ സർവശക്തിയും കൃഷ്ണാവബോധത്തിൽ വിനിയോഗിച്ച് ഒരു യഥാർത്ഥ പണ്ഡിതനായിത്തീരുന്നു. ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃഷ്ണനെ ശരിയായി അറിയാത്തവർ കേവലം മൂഢന്മാരാണ്. ഒരു വിഡ്ഢി മാത്രമേ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതുന്നുള്ളൂ. ഭഗവത്ഗീതയുടെ ആധികാരികളില്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനവുമെല്ലാം കൃഷ്ണാവബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളായി ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാവബോധത്തിൽ മുഴുകണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ നമ്മള് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ശീലാ പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തത ഇതിമത്വ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാക. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എന്ന് അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരും. അല്ലേ? എന്തുകൊണ്ടാണ് അഹം സർവസ്യ എന്ന് പറയുന്നത് എന്നുള്ളത് എല്ലാ ഉപനിഷത്തുക്കളും പുരാണങ്ങളും എടുത്ത് പ്രമാണം, നേരത്തെ ഞാൻ പറഞ്ഞു, പ്രമാണം അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രഭുപാദർ അതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഭഗവത്ഗീതയുടെ ഏതെങ്കിലും ഭാഷ്യങ്ങൾ വായിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകം മാത്രം എടുത്തു നോക്കണം. ഇതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും നോക്കിയിട്ട് ഭഗവാനാണ് എല്ലാം എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഷ്യം തെറ്റാണ്. ആ ഭഗവത്ഗീത ദയവ് ചെയ്ത് വായിക്കരുത്. നമ്മളെ വഴിതെറ്റിക്കും. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. പല ഭഗവത്ഗീത തർജ്ജമകളും കാണുന്നുണ്ട്. അവിടെ എല്ലാം ഭഗവാൻ ഞാൻ നേരത്തെ ഭ്രൂ പറഞ്ഞു, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തച്ച മാം നിത്യം ദുഷ്യന്തിജ രമന്തിജ. മച്ചിത്ത, മത്ത് ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? ഭഗവാൻ. പേരെന്താ? നാരായണൻ. ഭഗവാൻ കൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. കൃഷ്ണൻ. എന്തുകൊണ്ട് നാരായണൻ എന്ന് പോലും നമുക്ക് സംശയം വരുന്നു? ഇതാണ് നമ്മൾ സ്ഥിരീകരിക്കേണ്ടത്. ഇത് ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? ഭഗവാന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞു. കൃഷ്ണൻ. കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ പിന്നെ അവിടെ എന്തിങ്ങനെ വരുന്നു? നമുക്ക് രണ്ടഭിപ്രായം. കൃഷ്ണസ് ഭഗവാൻ സ്വയം. അവിടെ നിൽക്കട്ടെ. പ്രഭു പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മൾ ആ സബ്ജക്റ്റിലോട്ട് മാത്രം, ആ രണ്ടുപേരിലോട്ട് മാത്രം വരുമ്പം നമുക്ക് എങ്ങനെ രണ്ടഭിപ്രായം വരുന്നത്? ഇവിടെ സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ്, കൃഷ്ണനും അർജുനനുമാണ്. കൃഷ്ണനാണ് അർജുനനോട് സംസാരിക്കുന്നത്. മച്ചിത്ത മദ്ഗത പ്രാണ അഹം സർവസ്യ പ്രഭു തേഷാം സതതയുക്താന ഭജതാം പ്രീതിപൂർവകം ഏനമാം. എല്ലാം അവിടെ എന്നെ ഞാൻ എന്ന് കൃഷ്ണൻ അശരീരിയായിട്ട് പ്രത്യക്ഷത്തിൽ അവിടെ ഇരുന്ന് അർജുനനോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് സംശയം? നാരായണൻ, വിഷ്ണു എന്നിങ്ങനെ നമ്മൾ അതിനുപരിയായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ആവശ്യമുണ്ടോ? കൃഷ്ണമൂർത്തി ആരാണ്? അവിടെയാണ് ഗുരുശിഷ്യ ബന്ധം ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് ഭാഷ്യകാരന്മാർ വീണ്ടും അത് ഉൾക്കൊള്ളാൻ മൂഢാമാനുഷം തനുമാ, അത് ആ പദ്യം കൃത്യമായിട്ട് ആ ശ്ലോകം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത്തരം ഭാഷ്യകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവാനെ അന്നേരവും ഉൾക്കൊള്ളാൻ പറ്റാതെ പരമാത്മാവ്, അവ്യക്തഗത ഭാവം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് ഭാവാർത്ഥം
കൊണ്ടുവന്ന് വിളമ്പി ഈ ഭഗവത്ഗീതയെ അംഗവിച്ഛേദം ചെയ്തു കളയും. അതായത് ഭഗവാന്റെ കരങ്ങൾ വെട്ടിക്കളയുന്നു എന്നർത്ഥം. എത്ര പാതകമാണ് ചെയ്യുന്നത്! അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളും ആ അംഗവിച്ഛേദം ചെയ്യപ്പെടുന്ന ഭഗവാനെ നമ്മളും അംഗീകരിക്കുന്നു എന്നർത്ഥം. ഇതെല്ലാം അപരാധമാണ്. ഈ അപരാധം സഹിക്കവയ്യാതെയാണ് ശ്രീലാ പ്രഭുപാദര് ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിലൊരു, ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയമില്ല, എങ്കിലും പറയാം. ഇംഗ്ലീഷിന് ഡിക്ഷണറി ഉത്ഭവിച്ചതും അങ്ങനെയാണ്. ആദ്യം ഡിക്ഷണറി ഈ കാര്യങ്ങൾ ഡിക്ഷണറിയുടെ വേർഡ്സ് കൃത്യമായിട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ സിമ്പിളായിട്ട് കൊണ്ടുവന്നത് ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഇംഗ്ലീഷ് പണ്ഡിതന്മാർ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ല. അദ്ദേഹം കഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. ഇതുപോലെയാണ്. അപ്പോൾ അത്തരം വ്യാഖ്യാനങ്ങൾ വായിക്കരുതെന്ന് ശ്രീല പ്രഭുപാദ നമ്മളെ ഉപദേശിച്ചിരിക്കുകയാണ്. പ്രമാണം അടിസ്ഥാനമാക്കി വേണം. ശരി, ഇതിനകത്ത് വീണ്ടും പറയുന്നു ഭഗവാന്റെ നെറ്റിൽ നിന്നാണ് ശിവന്റെ ഉത്ഭവം എന്നുള്ളത്. നമ്മൾ പ്രത്യക്ഷത്തിൽ ബ്രഹ്മാവിന്റെ നെറ്റിൽ നിന്ന് കാണുന്നു. പക്ഷെ ഇതെല്ലാം ഉത്ഭവങ്ങളെല്ലാം സംഭവിച്ചു. സൃഷ്ടി കഴിഞ്ഞു. ക്ഷീരസാഗരത്തിൽ സൃഷ്ടി കഴിഞ്ഞു. ഇവിടെയാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് മഹത്തത്വത്തിലേക്ക് പോകുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ വീണ്ടും ആ മഹാദേവർ തന്നെ ശ്രീമദ് മഹാഭാഗവത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. രുദ്രഗീതം 4-ാമത്തെ സ്കന്ധം എടുത്താട്ടെ. 4-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായം 45-46 ശ്ലോകം എടുത്താട്ടെ. എടുക്കാൻ പറ്റും? 4-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായം 45-46 ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നിഗ്ധ പ്രാവിക്കനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായതചതുർബാഹും സുജാതാരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം. ഹരേ കൃഷ്ണ പ്രഭു. അതിന്റെ വിവർത്തനം കൂടെ. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. വർഷകാലത്ത് ഭഗവാന്റെ സൗന്ദര്യം കാർമേഘ സദൃശമാണ്. വർഷപാതം മിന്നിത്തിളങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീര അവയവങ്ങളും മിന്നിത്തിളങ്ങും. തീർച്ചയായും എല്ലാ സൗന്ദര്യങ്ങളുടെയും ആകെ തുകയാണ് അദ്ദേഹം. ഭഗവാന് 4 കരങ്ങളും കമലതളങ്ങൾ കണക്കുള്ള കണ്ണുകളോട് കൂടിയ അനുപമ സുന്ദരമായ മുഖവും മനോഹരമായ ഉയർന്ന നാസികയും മനസ്സിനെ ആകർഷിക്കുന്ന മന്ദഹാസവും മനോഹരമായ നെറ്റിയും തുല്യ മനോഹരങ്ങളും പൂർണാലങ്കൃതങ്ങളുമായ കാതുകളും ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് തന്നെയാണ് ആണ്ടാൾ നാച്ചിയാർ ഇവിടെ അവതരിപ്പിച്ചത്. അത്ര വളരെ സുന്ദരമായ മഹാദേവർ ഇത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. രുദ്രഗീതം വായിക്കണം. അത്ര സുന്ദരമാണ്. ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും എടുത്ത് വളരെ സൂക്ഷ്മമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഭഗവാനെ നേരിട്ട് കാണണം എന്ന ആഗ്രഹമുള്ളവർ രുദ്രഗീതം വായിക്കണം ദിവസവും. ഭഗവാനെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവർ രുദ്രഗീതം വായിക്കണം. ദിവസവും വായിക്കണം. ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റും. നേരെ വീണ്ടും നമ്മൾ പോവുകയാണ്. ആ നാരായണൻ ആരാണ് എന്നുള്ളത് ശ്രീമദ് മഹാഭാഗവതം 2ാം സ്കന്ധം 5-ാമത്തെ അധ്യായം എടുത്താട്ട് 15, 2-5-15. എടുത്തോ. 2-5-15 എടുത്തു പ്രഭു. വായിച്ചാണ്. ഹരേ കൃഷ്ണ. നാരായണ പരാവേദ ദേവ നാരായണാങ്കച
നാരായണ പരാലോക നാരായണ പരാമഖ. ആ ഉം. ഹരേ കൃഷ്ണ. വിവർത്തനം വിവർത്തനം. ആ ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ഉം. വേദഗ്രന്ഥങ്ങളുടെ കാരണഭൂതനും പൊരുളും പരമോന്നത ഭഗവാനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വിഭിന്ന അംഗങ്ങളെ പോലെ ഭഗവാനെ സേവിക്കാൻ ഉദ്ദേശിച്ചുള്ളവരാണ് ദേവന്മാർ. വിഭിന്ന ലോകങ്ങളും ഭഗവാന് വേണ്ടിയുള്ളതാണ്. വിഭിന്ന യജ്ഞങ്ങളും യാഗങ്ങളും അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രം അനുഷ്ഠിക്കപ്പെടുന്നവയാണ്. ആ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിൽ വീണ്ടും മാണ്ഡവനാച്ചാർ വേറൊരു കാര്യം, സുന്ദരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഭഗവാനെ കാണാൻ ആഗ്രഹമുള്ളവർ സ്തുതിക്കൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വൈകുണ്ഠ ലോകത്ത് ഗോലോക വൃന്ദാവനത്തിൽ എത്താൻ സാധിക്കത്തുള്ളൂ. കാര്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ പുരുഷനായിട്ടുള്ളത്. ഭാഗവതത്തിൽ വീണ്ടും പറയുന്നുണ്ട്. നമ്മളെല്ലാം സ്ത്രീകളാണ്. പിന്നെ എന്തുകൊണ്ട് പുരുഷഭാവത്തിൽ ജനറേഷനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഭഗവാൻ പുരുഷന്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, പരമപുരുഷൻ. ആരാണ്? ഈശ്വര. ആദിപുരുഷം തമഹം ഭജാമി. ആ ആദിപുരുഷൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ പുരുഷനായിട്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ഭഗവാനെ വിളിക്കും. കാർത്യായനി മഹാമായേ മഹായോഗിന്നീശ്വരി നന്ദസുതം. കാർത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. ഹരേ കൃഷ്ണ. എന്താ അർത്ഥം വരുന്നത്? ഭഗവാൻ ഭർത്താവായിട്ട് വരണേ. ഭഗവാൻ ഭർത്താവായിട്ട് അല്ലെങ്കിൽ നാഥനായിട്ട് വരണമേ എന്നുള്ളത്. എന്റെ നാഥനായിട്ട് വരണം. നമ്മൾ ഈ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതുമ്പം ഈ കുട്ടികളുടെ ഫോം ഫില്ല് ചെയ്യുമ്പം എന്തുവാ അവിടെ പേരന്റ് എന്നുണ്ട് ഗാർഡിയൻ എന്നുണ്ട്. 2 കോളം ഉണ്ട് അല്ലേ? ഉണ്ടല്ലേ? അതെ. സാധാരണയായി നമ്മുടെ പേരന്റും ഗാർഡിയനും ഒരേ പേരാണ് എഴുതുന്നത്. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കിക്കോണം 2 കഥാപാത്രങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് അല്ലേ? അതെ. അവിടെ ഗാർഡിയൻ, നാഥൻ. അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ നാഥൻ ആരാണ്? ആരാ? ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇത്രയേ ഉള്ളു കാര്യം. അപ്പൊ ഗൃഹനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്. അവിടെ ഭർത്താവോ അച്ഛനോ അമ്മയോ ആരും വരുന്നില്ല. എന്താ പ്രമാണം? കാർത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. അത്രയേ ഉള്ളു കാര്യം. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ അതിന്റെ ഭാവാർത്ഥം കൂടുതൽ പറയുന്നുണ്ടോ? ഒന്ന് വായിച്ചിട്ട് കുറച്ചേ ഉള്ളൂ. ഇപ്പൊ നാരായണൻ എന്നുള്ള അർത്ഥം എന്താ? അതൊന്ന് പറഞ്ഞാട്ട്. ജലത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നാരായണൻ. അറിവ്. ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. എത്ര ലക്ഷം ജീവികളാണ്? 84 ലക്ഷം. 84 ലക്ഷം ജീവികൾ. അതിൽ എത്ര തരം മനുഷ്യരുണ്ട്? 4 ലക്ഷം. 4 ലക്ഷം. അപ്പം പ്രത്യേകിച്ച് ഒന്നുകൂടി എടുത്തു പറയണം, നരന്മാരുടെ, അതായത് ഈ 4 ലക്ഷം മനുഷ്യരുടെയും സംരക്ഷകനാണ് ആര്? ഭഗവാൻ. സംരക്ഷകൻ എന്ന് പറഞ്ഞ വേറൊരു പേര് വരുന്നുണ്ടല്ലോ. ഏതാണ് പേര്? എന്താ പ്രഭു? സംരക്ഷകൻ എന്നർത്ഥം വരുന്ന ഭഗവാന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഏതാണ്? എന്തോ?
അല്ല, സംരക്ഷകൻ എന്നർത്ഥം വരുന്ന ഭഗവാന്റെ മറ്റൊരു പേര്. ആശ്രിത വത്സലൻ. ഹരേ കൃഷ്ണ. ഭഗവാൻ ഒരു പേരിട്ടിട്ടുണ്ട്. കേരളത്തില് 2 ക്ഷേത്രങ്ങളിൽ മാത്രമേ മഹാപ്രഭു സന്ദർശിച്ചിട്ടുള്ളൂ. അതിലൊരു ക്ഷേത്രം ആ പേരിലാണ് അറിയപ്പെടുന്നത്. എന്തോ? ആ, ജനാർദ്ദനൻ. എഴുതി വെച്ചോണേ. ഇനി ആ ഭാവാർത്ഥം ഒന്ന് വായിച്ചോട്ടെ. നാരായണ പരാവേദ. ഹരേ കൃഷ്ണ. വെളിപ്പെട്ട സർവധർമ്മ ഗ്രന്ഥങ്ങളുടെയും രചയിതാവ് പരമോന്നത ഭഗവാനാണെന്നും മാത്രവുമല്ല. ഹരേ കൃഷ്ണ. വെളിപ്പെട്ട സർവഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിനാണ് ശാസ്ത്രം, പ്രമാണം എന്ന് പറയുന്നത്. അപ്പം എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് എന്നർത്ഥം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അവയെല്ലാം പരമോന്നത ഭഗവാനായ പരമപുരുഷനെ അറിയുന്നതിന് വേണ്ടിയുള്ളതാണെന്നും വേദാന്ത സൂക്തങ്ങൾ, അതായത് ശാസ്ത്ര യോനിത്വാദ് പറയുന്നു. ഭഗവാനിലേക്ക് നയിക്കുന്ന ജ്ഞാനമാണ് വേദം. ബദ്ധാത്മാക്കളുടെ വിസ്മൃതമായ അവബോധത്തെ പുനരുജ്ജീവിപ്പിക്കുവാനായി മാത്രം സൃഷ്ടിക്കപ്പെട്ടവയാണ് വേദങ്ങൾ. അപ്പം ശ്ലോകം ഏതാ ഭഗവത്ഗീതയില്? പറഞ്ഞാട്ടോ. പെട്ടെന്ന് പറഞ്ഞ. 15 ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ശ്ലോകങ്ങളാണ്. 15 ഭഗവത്ഗീതയിലെ 15 സർവസ്തിജാഹം വെരി ഗുഡ്. ഹരേ കൃഷ്ണ. തുടങ്ങിയോട്ടോ. തുടർന്നോളൂ. ബദ്ധാത്മാക്കളുടെ ഈശ്വര അവബോധത്തെ പുനരുജ്ജീവിപ്പിക്കാത്ത എല്ലാ സാഹിത്യത്തെയും നാരായണ പരാഭക്തർ തൽക്ഷണം ഉപേക്ഷിക്കുന്നു. നാരായണനെ അവരുടെ ലക്ഷ്യമായി ഊന്നി പറയാത്ത മതവിഭ്രമത്തിലാഴ്ത്തുന്ന അത്തരം ഗ്രന്ഥങ്ങളിലെ ജ്ഞാനമേ അല്ല. നേരെ മറിച്ച് അവയൊക്കെ ലോകത്തിലെ ചപ്പുചവറുകളിൽ ആകൃഷ്ടരായ കാക്കകൾക്കുള്ള കേളീസ്ഥലങ്ങളാണ്. ഏതൊരു വിജ്ഞാന ഗ്രന്ഥവും കലയോ ശാസ്ത്രമോ എന്തു തന്നെയായാലും നാരായണനിലേക്ക് നയിക്കണം. അല്ലാത്ത പക്ഷം അതിനെ നിരാകരിക്കണം. ജ്ഞാനോത്കർഷത്തിന്റെ രീതി അപ്രകാരമാകുന്നു. നാരായണൻ പരമോന്നതനായ അർച്ചനീയ ദൈവതം ആകുന്നു. പ്രാപഞ്ചിക കാര്യങ്ങളുടെ നിർവഹണത്തിൽ ദേവന്മാർ സഹായഹസ്തങ്ങളാകയാൽ ആരാധനയിൽ നാരായണനുമായി ബന്ധപ്പെടുമ്പോൾ ദേവന്മാർക്ക് 2ാം സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിലെ ഉദ്യോഗസ്ഥരെ രാജാവിനോടുള്ള അവരുടെ ആധേയഭാവം നിമിത്തം ആദരിക്കുന്നത് പോലെ ദേവന്മാരെ ഭഗവാനോടുള്ള അവരുടെ ആധാരധേയഭാവം മൂലം ആരാധിക്കുന്നു. ഒരു വൃക്ഷത്തിന്റെ വേരുകളിൽ ജലം പകരാതെ അതിന്റെ ഇലകളിലും ശാഖകളിലും ജലം പകരുന്നത് അനുചിതം എന്ന പോലെ ഭഗവത് ആധാരധേയഭാവം കൂടാതെയുള്ള ദേവ ആരാധന വിധിപൂർവകമല്ല, അഥവാ പ്രമാണയുക്തമല്ല. ആയതിനാൽ ദേവന്മാരും നാരായണന്റെ ആശ്രിതരാണ്. ലോകങ്ങൾ അഥവാ വ്യത്യസ്ത ഗ്രഹങ്ങൾ ആകർഷകങ്ങളാണ്. എന്തെന്നാൽ സച്ചിദാനന്ദ വിഗ്രഹനെ നിരൂപിക്കുന്ന വ്യത്യസ്തങ്ങളായ ജീവിതവും പ്രഹർഷവും അവിടങ്ങളിലുണ്ട്. പരമാനന്ദപൂർണവും പൂർണ്ണാഭിജ്ഞവുമായ ശാശ്വത ജീവിതം ഏവരും കാക്ഷിക്കുന്നു. ഭൗതിക ലോകത്ത് പരമാനന്ദപൂർണവും പൂർണ്ണാഭിജ്ഞവുമായ അത്തരം ഒരു ജീവിതം ഉന്നത ലോകങ്ങളിൽ അനുക്രമമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്നാൽ അവിടെ എത്തിച്ചേർന്ന ശേഷം ഒരുവന് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുന്ന പാതയിൽ അധികം മുന്നേറ്റം പ്രാപ്തമാക്കുന്നതിനുള്ള പ്രവണത ഉണ്ടാകുന്നു.
ജ്ഞാനത്തിനും പ്രകർഷത്തിനും ആനുപാതികമായ തോതിൽ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊന്നിലെ ആയുസ് വർദ്ധിക്കാം. ജീവിത കാലയളവിനെ വിഭിന്ന ലോകങ്ങളിൽ സഹസ്ര വർഷങ്ങളിലേക്ക് വർദ്ധമാനമാക്കാൻ ഒരുവന് കഴിയും. എന്നിരുന്നാലും അവിടെ ഒരിടത്തും ശാശ്വത ജീവിതം ഇല്ല. എന്നാൽ ഉന്നത ലോകമായ ബ്രഹ്മലോകത്തെത്തിച്ചേരാൻ കഴിയുന്ന ഒരുവന് ശാശ്വത ജീവിതമുള്ള ആത്മീയ ആകാശത്തിലെ ലോകങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള ഔന്നത്യ തൃഷ്ണ കാട്ടാൻ കഴിയും. ആകയാൽ ഒരു ലോകത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഉത്തരോത്തരമായ മുന്നേറ്റം ഭഗവാന്റെ പരമോന്നത ലോകപ്രാപ്തിയിൽ, അതായത് മദ്ധാമം, പരമകാഷ്ഠ പ്രാപിക്കുന്നു. അവിടെ ജീവിതം സനാതനവും പരമാനന്ദപൂർണവും പൂർണ്ണാഭിജ്ഞ നിർഭരവുമാകുന്നു. എല്ലാവിധ യജ്ഞങ്ങളും അഥവാ വ്യത്യസ്തങ്ങളായ സർവവിധ യജ്ഞങ്ങളും ഭഗവാൻ നാരായണനിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുവാനായി മാത്രം അനുഷ്ഠിക്കപ്പെടുന്നവയാണ്. ഈ കലിയുഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന യഥോചിതമായ ശ്രേഷ്ഠ യജ്ഞം നാരായണ ഭക്തരുടെ ഭക്തിയൂത സേവനത്തിന്റെ മുഖ്യ ആധാരമായ സങ്കീർത്തന യജ്ഞമാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം ഏതാ? സങ്കീർത്തന യജ്ഞം ശ്ലോകം ഭഗവത്ഗീതയില് സങ്കീർത്തന യജ്ഞം ഏതാ ശ്ലോകം? ഏതാ വരുന്നത്? എന്തോ? കേട്ടില്ല. പ്രഭുവിന്റെ അതന്നെ എന്നാലും ഒന്നുകൂടെ വന്നാട്ടെ. വായിച്ചാട്ട് മൊത്തം അല്ല, വീണ്ടും വേറെ ശ്ലോകം വരുന്നുണ്ട്. മന്ത്രാണാം ജപയജ്ഞോ അസ്മി. അങ്ങനെ വരുന്നില്ലേ ശ്ലോകം? ഇല്ലേ? എന്തോ എങ്ങനെ? 10ാമത്തെ അധ്യായം 10 വിഭൂതി വിസ്തര യോഗം അല്ലേ? വിഭൂതി യോഗം. 10-25 എടുത്താട്ടെ. ആണെന്നോ? 10-25 ഇല്ല, അതുമല്ല. അതെ അതെ. യജ്ഞാനാം ജപയജ്ഞോസ് മഹർഷീണാം ബഹുരഹം ഗിരാമം മഹർഷീണോരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. യജ്ഞാനാം ജപയജ്ഞോ അസ്മി. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൽ യജ്ഞങ്ങൾക്ക് സ്ഥാനമില്ല. നമ്മൾ പറഞ്ഞു, ഓരോ യുഗങ്ങളുടെയും വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ആ വിശേഷങ്ങളില് കലിയുഗത്തിൽ യജ്ഞമല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ആ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ യജ്ഞങ്ങളും ഈ കലിയുഗത്തിൽ പൂരിതമാക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് ഈ കലിയുഗത്തിൽ റിവേഴ്സാണ്. യജ്ഞങ്ങൾ എന്ന് നമ്മൾ ചെയ്യുന്നതിനർത്ഥം ആ യജ്ഞങ്ങൾ ഭഗവാനെ ഓർമ്മിപ്പിക്കാനും ഭഗവാനോട് അടുക്കാനുമുള്ള ഒരു മീഡിയയാണ്. അപ്പം റിവേഴ്സാണ് കലിയുഗത്തില്. ലക്ഷ്യം, യജ്ഞം നമുക്ക് ലക്ഷ്യം തരുന്നത് ഭഗവത് നാമ മന്ത്രം ഉരുവിടാനുള്ള ഒരു വഴികാട്ടിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് മഹാമന്ത്ര ജപത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഇവിടെ പറയുന്നു. അത് എങ്ങനെ വേണം ആണ്ടാണ് ആചാര്യ പറഞ്ഞത്? ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ പറയണം. ബ്രഹ്മ മുഹൂർത്തത്തിൽ.
ആ ശ്ലോകം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നില്ല. വൃന്ദാവനത്തിലാണോ മായാപ്പൂരാണോ ആ ശ്ലോകം വരുന്നത്? വൃന്ദാവനത്തിലെ ഉണർത്ത് പാട്ടാണ്. അതായത് ജീവജഗോ ജീവജഗോ. ആ അവിടെ പറയുന്നത്, പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷവും നമ്മൾ കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിദ്രാദേവിയുടെ മടുത്തിട്ട് കിടന്നുറങ്ങുകയാണ്. ഭഗവാൻ പോയി കഴിഞ്ഞു. ഭഗവാനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഇല്ലാതെയായി പോയി. ഇന്നലെ ഭഗവത്ഗീത ക്ലാസ്സിൽ ഒരാൾ വന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചു, എന്താ വരാഞ്ഞത്? അത് ഒരു എക്സ്ക്യൂസ്, ഞാൻ ലളിത സഹസ്രനാമം ജപിച്ചിരുന്നു. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൃത്യം, അതൊരു കോമ്പൻസേഷൻ അല്ല. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളുമായിട്ട് തന്നെ സംബന്ധിച്ചിരിക്കണം. അത് വേറൊന്നിനോട്ട് ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എവിടെയോ പൊയ്ക്കോ, ഏത് രീതിയിലോ പൊയ്ക്കോ, ആരെയോ വിളിച്ചോ, ഏത് നാമമോ ജപിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷേ ഭഗവാനെ വിളിക്കുന്ന ഭഗവാനെ കൃത്യമായിട്ട് വിളിച്ചിരിക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൃത്യമായിട്ട് ജപിച്ചിരിക്കണം. ഇതിന് വേറൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്ന് അർത്ഥം. വാഞ്ചാകൽപതരൂഭ്യച്ച കൃപാസിന്ധൂപ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്നില്ല ഒരിക്കൽ ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് പ്രഭു. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. മുകളിൽ പ്രതിപാദിച്ച സർവ അവതാരങ്ങളും പൂർണാധികാരമുള്ള പൂർണാംശങ്ങളോ പൂർണാംശങ്ങളുടെ അംശങ്ങളോ ആണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. നാസ്തികന്മാർ എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുവോ അപ്പോഴൊക്കെ അവർ ഭൂമിയിൽ അവതരിക്കുകയും ആസ്തികന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരോട് ശൗനകാദി മഹർഷികൾ സംസാരിക്കുന്നതാണ് ഈ രംഗം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് പ്രഭുജി, ഉണ്ട്. ഹരേ കൃഷ്ണ.